ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 8 കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഓഡീഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നീ തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ചിൽ തന്നെ നമ്മുടെ സീസൺ 8 സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു പുതിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതി. ഇപ്പോൾ ഇതാ ബിഗ് ബോസിനെ മറികടന്നുകൊണ്ട് ഒരു ബിഗ് ബോസ് 2.0 എന്നുള്ളൊരു രീതിയിൽ പുതിയ ഒരു ഷോ വരാൻ ആയിട്ട് പോവുകയാണ് കേട്ടോ. ബിഗ് ബോസിനെ കൂടി മറികടന്ന് ആ ഒരു ഷോ നല്ല രീതിയിൽ വരും എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദ 50 എന്നാണ് കേട്ടോ ആ ഒരു ഗെയിമിൻ്റെ പേര്. അതായത് ബിഗ് ബോസിൽ 25 പേരാണ് മത്സരിക്കുന്നത് എങ്കിൽ ഈ ഒരു ഗെയിമിൽ മത്സരിക്കുന്നത് 50 പേരാണ്. 50 മത്സരാർത്ഥികളെ വെച്ചുകൊണ്ടുള്ളൊരു ഗെയിമാണ്. ബിഗ് ബോസ് ഹൗസ് പോലെയല്ല, അതിനേക്കാൾ വലിയ രീതിയിലുള്ള വലിയ സെറ്റപ്പുമായിട്ടാണ് ഈ ഒരു ഗെയിം വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ താരങ്ങളാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെയും ബിഗ് ബോസിനെ പോലെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഒരാളുണ്ട്. അതാണ് ഒരു ലയൺ. മീൻസ് നമ്മൾ ഒരു ലയണിൻ്റെ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതുപോലെ എപ്പോഴും മാസ്ക് വെച്ചിട്ടുള്ള ഒരാളായിരിക്കും ഈ ഒരു ഷോ നിയന്ത്രിക്കുന്നത്. അതായത് മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ലയൺ ആയിരിക്കും. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഷോയിൽ വരാനായിട്ട് പോകുന്ന മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് റിയാലിറ്റി ഷോകളിൽ കൂടി, അതായത് എല്ലാ തരത്തിലുള്ള റിയാലിറ്റി ഷോകളിൽ കൂടിയും ഫെയിം നേടിയിട്ടുള്ള ആളുകളായിരിക്കും ഈ ഒരു റിയാലിറ്റി ഷോയിൽ വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആ മത്സരാർത്ഥികൾ തങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ആ പ്രൈസ് മണി ഉപയോഗിക്കാനായിട്ട് പറ്റുക. അതായത് അവരവരുടെ ഫാൻസിന് വേണ്ടിയിട്ടോ ആ രീതിയിലായിരിക്കണം ഈ ഒരു ഷോയിലേക്ക് മത്സരിക്കാനായിട്ട് വരുന്നത്. വിന്നറാകുന്ന വ്യക്തിക്ക് കിട്ടുന്ന പ്രൈസ് മണി അവരുടെ ഫാനിന് വേണ്ടിയിട്ടോ അവരാർക്ക് വേണ്ടിയാണോ മത്സരിക്കാൻ വന്നത് ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കാനായിട്ട് പറ്റുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഹിന്ദി ബിഗ് ബോസ് സീസൺ 19 കഴിയുന്നതോടുകൂടി അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ വെച്ചിട്ട് സൽമാൻ ഖാൻ എന്ത് ചെയ്യും, ഈ ഒരു ഷോക്ക് വേണ്ടിയിട്ട് ബാറ്റൺ കൈമാറും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ തമിഴിലും മലയാളത്തിലും ഒക്കെ ഈ ഒരു ഷോ പ്രതീക്ഷിക്കാം. അതായത് 50 മത്സരാർത്ഥികളെ വെച്ചിട്ടാണ് ഈ ഒരു ഷോ. 50 ദിവസം 50 മത്സരാർത്ഥികൾ എന്നുള്ളൊരു രീതിയിലാണ്. അതായത് ബിഗ് ബോസ് ഒരു സീസൺ കഴിയുന്ന സമയത്ത് ചെറിയൊരു ബ്രേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്രേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുതിയൊരു ഷോ കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. കറൻറ്റ്ലി ഇപ്പോൾ ജർമ്മനിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ ഷോക്ക് വേണ്ടിയിട്ട് മത്സരാർത്ഥികളും കാര്യങ്ങളും ഒക്കെ സെറ്റായിട്ടുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പിക്കും കാര്യങ്ങളും ഒക്കെ, എങ്ങനെയാണ് അതിൻ്റെ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുടെ രൂപം എങ്ങനെയാണ് എന്നീ തരത്തിലുള്ള പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, കാണാനായിട്ട് പറ്റും ഈ ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഇതിലെ അൾട്ടിമേറ്റ് വിന്നറായിട്ട് വരുന്ന അൾട്ടിമേറ്റ് ചാമ്പ്യൻ ആയിരിക്കും ഈ ഒരു പ്രൈസ് മണി കിട്ടുക. ഇതിൽ ഫിസിക്കലായിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവും, മെൻ്റലായിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള ടാസ്കുകളിലൂടെ തന്നെയാണ് ഈ ഒരു ഷോയും കടന്നു പോകാനായിട്ട് പോകുന്നത്. വലിയ ഒരു കൊട്ടാരം കണക്കുള്ള സെറ്റപ്പിനകത്ത് വെച്ചിട്ടായിരിക്കും ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. ഇതിലെ വികൃതിക്കാരനായിട്ടുള്ള ആ ഒരു സിംഹമാണ് ഇവർക്ക് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അപ്പം ഇതിലും ഔട്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് എത്തുന്ന ആ ഒരു വിന്നറിനായിരിക്കും പ്രൈസ് മണി കിട്ടുന്നത്. അത് ഉപയോഗിക്കാൻ പറ്റുന്നത് അവരുടെ ഫാൻസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം നമുക്കും വെയിറ്റ് ചെയ്യാം ഈ ഒരു അൾട്ടിമേറ്റ് ഷോക്ക് വേണ്ടിയിട്ട്. ചിലപ്പം ബിഗ് ബോസിനെ തന്നെ മറികടന്നുകൊണ്ട് നല്ലൊരു രീതിയിൽ ഇത് ഫയറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കും വെയിറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.